ഡിഫറൻഷ്യല് ഇതാണ് ഡിഫറൻഷ്യല്. അതായത് നമ്മളെ വണ്ടിന്റെ ഹൗസിംഗ് എന്ന് പറയും. ബാക്കിൽ വീലിന് വരുന്ന ഹൗസിംഗ്. ഈ ഹൗസിംഗിൽ നമ്മൾ വീൽ ഒഴിവാക്കിയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മളെ പുറത്തേക്ക് വരുന്ന ടയർ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ഈ ഡിഫറൻഷ്യലിൽ മോട്ടർ അവിടെ മോട്ടർ കറക്കും. അതായത് നമ്മളെ എൻജിൻ അവിടെ കറക്കിയിട്ട് അപ്പോൾ ഡിഫറൻഷ്യൽ തിരിയും. ഡിഫറൻഷ്യൽ തിരിയുമ്പോൾ നേരെ ആക്സിൽ വഴി ഇവിടെ ജോയിൻറ്റ് കൊടുത്തിട്ടാണ് ഇതാ നേരെ ഇവിടെ ഇതിൽ വന്നിട്ട് സ്റ്റാറും കപ്പും ഇങ്ങനെ നേരെ ഈ മെഷീൻ വർക്കാകും. ഡിഫറൻഷ്യൽ വഴിയായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. കണ്ടോ വണ്ടിൻ്റെ ഡിഫറൻഷ്യൽ കണ്ടോ, വണ്ടിൻ്റെ ഡിഫറൻഷ്യൽ ഹൗസിംഗ് മെയിനായിട്ട് നമ്മളത് മിക്സ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. തീ കൊടുക്കല് തീ ഇതിൽ നമ്മൾ തീ കൊടുക്കുന്നുണ്ട്. തീ കൊടുത്തിട്ട് അതായത് ടാറ് ഇതായിരിക്കാൻ ഫുള്ള് എപ്പോഴും സോഫ്റ്റ് ആയിട്ട് ഇരിക്കണം. അല്ല ഇതിൽ അവസാനം ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഡിഫറൻഷ്യലിൽ വെച്ചിട്ട് നമ്മൾ ഈ മില്ലിങ് കണ്ടോ, മില്ലിങ് വീല്, ഈ മില്ലിങ് വീലിലാണ് ഇത് കറക്കുന്നത്. ഇത് കറക്കുന്നത് ശരിക്കും ഈ റോളറിൻ്റെ ടയറിൻ്റെ ഉള്ളിലൊക്കെ അങ്ങനെ ഒരു മില്ലിങ് വീലാണ്. അപ്പോൾ ഈ ഡിഫറൻഷ്യൽ വെച്ചിട്ടാണ് ഇത് കറക്കുന്നത്. ഇനി ഇത് കറക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഈ കോൺക്രീറ്റ് മെഷീൻ്റെ ഒക്കെ അതേപോലെ തന്നെ ഇതിൻ്റെ ഉൾഭാഗം അങ്ങനെയാണ്. പിന്നെ ഇതിൽ നമ്മൾ ഹീറ്റ് ആക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ആ വർക്കിങ്ങിലാണ് ഇത് ഇതാണ്ടത്. പിന്നെ നമ്മൾ ഇതേപോലെ ഇത് ഫുള്ളായതിൻ്റെ ശേഷം നമ്മളിത് വണ്ടിക്ക് അൺലോഡ് ആക്കണം. വണ്ടിക്ക് സിമ്പിൾ വർക്കാണ്. ആകെ അപ്പോൾ ഇതിൽ കാര്യമായിട്ട് വരേണ്ടത് ആ ഒരു എഞ്ചിനും ഈ ഒരു ഡിഫറൻഷ്യൽ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ ഓരോരോ നമുക്ക് ആവശ്യാനുസരണം ഓരോ സംഗതികൾ സെറ്റാക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഇത് മെറ്റീരിയൽസ് ഇങ്ങനെ കയറ്റി കൊണ്ടുപോകുന്നതാണ്. ഇവിടെ നമ്മൾ മെറ്റീരിയൽസ് ആഡ് ആക്കിയിട്ട് ഈ മെറ്റീരിയൽസ് ഇതിങ്ങനെ മേലെ കൊണ്ടുപോയിട്ട് അതിലിട്ടിട്ട് അത് ഇതിലേക്ക് നേരെ ഇതിലോട്ട് വരും, നമ്മളെ ഈ ഡ്രമ്മിലോട്ട്. ഇനി ഈ ഡ്രമ്മിൽ നമ്മൾ മേലെ ഒരു താറിൻ്റെ ഇത് വെച്ച് കൊടുത്താൽ അത് നേരെ ഇത് രണ്ടായിട്ട് ചെയ്യലുണ്ട്. താറിൻ്റെ ഡയറക്റ്റ് ഉരുക്കിയത് നമ്മൾ ഇതിലേക്ക് പൈപ്പ് മുഖേന അങ്ങനെ വെക്കലുണ്ട്. വേറെ ടാറിൻ്റെ കേസ് ഇതിൻ്റെ മേലെ വെച്ചിട്ടാണ് ചെയ്യലുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് പ്രവർത്തിപ്പിക്കാനെന്ന് പറഞ്ഞാൽ ആർക്കും പ്രവർത്തിപ്പിക്കാം. കാരണം എൻജിൻ വർക്ക് ചെയ്താൽ മതി, വേറെ ഒന്നും നോക്കാനില്ല. ബാക്കി